ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗുരുവിൻ്റെ IELTS ലേണിംഗ് സീരീസ് വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സം ഡൂസ് ആൻഡ് ഡോൺസ്. ഓക്കെ, ഇതിൽ 4 സെക്ഷൻസും നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയതിനാൽ ഇറ്റ് വിൽ ബി ലൈക്ക് എ സീരീസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ലിസണിങ്ങിനെ കുറിച്ചാണ്. ലിസണിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ലിസണിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യമേ ഉറപ്പിക്കേണ്ട ഒരു സംഭവമാണ് ഹെഡ്ഫോൺസ് വർക്കിംഗ് പ്രോപ്പർലി ഓർ നോട്ട്. ഓക്കെ, ഇത് നമ്മൾ എല്ലാവരും ചെക്ക് ചെയ്യേണ്ട സംഭവമാണ്. നമ്മൾ എക്സാം സെൻറ്ററിലാണെങ്കിൽ കൂടെ ഇഫ് the headphone is not working, don't hesitate to seek for help. You can ask, you can tell them it is not working and help. എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങളത് ചോദിക്കാൻ മടിക്കരുത്. തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഇൻസ്ട്രക്ഷൻസ്. എല്ലാ തവണയും നമ്മൾ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, അത് പ്രകാരം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മിസ്റ്റേക്ക് വരുന്ന ഒരു സംഭവമാണ് ചൂസ് A to C അല്ലെങ്കിൽ A to E എന്ന രീതിയിൽ പറയും. ആൽഫബറ്റ് എന്ന രീതിയിൽ എഴുതാനാണ് പറയുക, പക്ഷെ നമ്മളത് ചില സമയങ്ങളിൽ അത് വലിച്ചു വാരി എഴുതാറുണ്ട്. ചിലപ്പോൾ വൺ വേർഡ് ആയിരിക്കാം, പക്ഷേ എങ്കിൽ കൂടെ എന്താണോ ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. യെസ്, ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഡോണ്ട് ഗെറ്റ് കോട്ട് ഔട്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓഡിയോയിൽ കേൾക്കുന്ന അതേ വേർഡ്സ് തന്നെ ആയിരിക്കില്ല നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അതുകൊണ്ട് തന്നെ സിനോണിംസ് എപ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ആൻസർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണോ അത് വരുന്നത്, അതിൻ്റെ ചിലപ്പോൾ മറ്റൊരു വേർഷനിലായിരിക്കാം അത് എഴുതിയിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ, അല്ലെങ്കിൽ അവർ പറയുന്നത് വേറൊരു രീതിയിലായിരിക്കാം. ഇത് നിങ്ങൾ നന്നായിട്ട് ചെക്ക് ചെയ്യണം. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ് ടേക്ക് നോട്ട്സ്. നിങ്ങൾ ഈ ടേക്ക് നോട്ട്സ് എന്ന് പറയുന്നത് കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളാൽ കഴിയുന്ന അത്രയും ലിസണിങ് പ്രാക്ടീസ് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിൻ്റെ ഇടയിൽ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും, ഏതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അത് നിങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ചില ആൻസേഴ്സ് സ്കിപ്പ് ചെയ്യാറുണ്ട്. നമ്മളത് എഴുതി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മൾ രണ്ടാമതൊന്ന് പോകുമ്പോൾ സ്കിപ്പ് ചെയ്ത ആൻസേഴ്സിന് ചിലപ്പോൾ അത് ഉപകാരപ്പെടും. എല്ലാവർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണ തന്നെയാണ് ഈ പോയിന്റ്. അതായത് എല്ലാ വേർഡ്സും നമ്മൾ പഠിക്കണം അല്ലെങ്കിൽ എല്ലാ വേർഡ്സും നമുക്ക് മനസ്സിലാവണം എന്നൊരു നിബന്ധന ലിസണിങ്ങിൽ ഇല്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നൗൺസ് നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എസ്പെഷ്യലി നെയിംസ് ആണെങ്കിൽ ഒരു പ്രത്യേക റെസ്റ്റോറൻറ്റിൻ്റെ പേരോ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ പേരോ സ്ട്രീറ്റിൻ്റെ പേരോ ഒരു വ്യക്തിയുടെ പേരോ ഒക്കെ ആവുന്ന സമയത്ത് മോസ്റ്റ് പ്രോബബ്ലി അവർ തന്നെ അത് സ്പെല്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വേർഡ്സും, ഇപ്പോൾ ഒരു വേർഡ് നിങ്ങൾ കേട്ടു അത് മനസ്സിലായില്ല എങ്കിൽ എങ്ങനെയായാലും നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, ഓഡിയോ ഒരു തവണ മാത്രമേ നമുക്കത് കേൾക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കാരണം നിങ്ങളത് ഡിസ്ട്രാക്റ്റഡ് ആയി പോകരുത്. നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ നോ വറീസ്, അടുത്ത ഇതിലേക്ക് പോവാം. യെസ്, ഇത് നമുക്ക് എല്ലാവർക്കും പറ്റുന്നതാണ്. കീപ് ലിസണിങ്. അതായത് പെട്ടെന്ന് തന്നെ ആൻസർ എഴുതരുത്. ഓക്കെ, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കാം അതിൻ്റെ ആൻസേഴ്സ് പറയുന്നത്. അപ്പോൾ ഓഡിയോയുടെ ആ ഒരു ഭാഗം മുഴുവനായിട്ട് കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ എഴുതുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടേക്ക് നോട്ട്സ്, അത് വേണമെങ്കിൽ എഴുതി വെക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ ആൻസർ കിട്ടി എന്ന രീതിയിലുള്ളൊരു മനോഭാവമാകുമ്പോൾ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വേർഡ്സും നമ്മൾ ശ്രദ്ധിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ആൻസർ എവറി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ മൈനസ് മാർക്സ് ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ ആൻസേഴ്സും ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു ആൻസർ പോലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. യെസ്, ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പേപ്പർ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ എക്സാംസ് എടുക്കുന്നത് എങ്കിൽ നമുക്കൊരു 10 minutes എക്സ്ട്രാ നമുക്ക് കിട്ടുന്നതാണ് ഇൻ ഓർഡർ ടു ട്രാൻസ്ഫർ ദി ആൻസേഴ്സ് ടു ദി ആൻസർ ഷീറ്റ്. ബട്ട് the problem is that if you are taking a computer based test,
ഇറ്റ് ഈസ് നോട്ട് ദെയർ. ഓക്കെ, അതിൽ 10 മിനിറ്റ്സ് നിങ്ങൾക്ക് എക്സ്ട്രാ ഉണ്ടായിരിക്കില്ല. കമ്പ്യൂട്ടർ ബേസ്ഡ് എടുക്കുന്നത് താരതമ്യേന കുറവാണെങ്കിൽ കൂടെ ഇനി ചിലപ്പോൾ കൂടുതലും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിലേക്ക് എല്ലാവരും മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡെമോ നിങ്ങൾ എടുത്തു വയ്ക്കുന്നത് നന്നായിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് അതിൽ ആൻസേഴ്സ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കൂടുതൽ ആളുകൾക്കും സംശയമുള്ളൊരു ടേമാണ്, അതായത് നമ്മളെല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണമോ അതോ നമ്മൾ സാധാരണ പോലെ തന്നെ എഴുതിയാൽ മതിയോ എന്നുള്ളത്. അപ്പോൾ ഇതിലുള്ളൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻ ബിറ്റ്വീൻ ആൻസേഴ്സ് വരുന്ന സമയത്ത് സെൻറ്റൻസ് കംപ്ലീഷനൊക്കെ ആണെങ്കിൽ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആണെങ്കിൽ പേര് വരുമ്പോൾ എങ്ങനെയായാലും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ തന്നെ എഴുതണം. ഓക്കെ, അതിൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. അപ്പോൾ ചില സമയങ്ങളിൽ അത് കാരണം നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകാറുണ്ട്. അതുകൊണ്ട് എല്ലാ ആൻസേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കാം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ചെക്ക് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. നിങ്ങളുടെ എസ്പെഷ്യലി സെൻറ്റൻസ് കംപ്ലീഷനൊക്കെ ആണെങ്കിൽ ആ ഒരു സെൻറ്റൻസ് റിലേറ്റഡ് ആയിട്ട് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. സ്പെല്ലിംഗ് അതേപോലെ തന്നെ. ഈ സ്പെല്ലിംഗ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റീഡിങ് ചെയ്യുന്നതോടുകൂടെ തന്നെ നമുക്ക് കൂടുതലൊക്കെ സ്പെല്ലിങ്സിനെ കുറിച്ചൊരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. എങ്കിലും ഔട്ട് ഓഫ് ദ ടോപ്പിക് ആയിട്ട് നിങ്ങൾ പല രീതിയിലുള്ള ബുക്സുകളും മറ്റും വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതെല്ലാം വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. ടാസ്ക് 1, ടാസ്ക് 2 ഇതിലൊക്കെ നമുക്ക് വൊക്കാബുലറീസ് വരുന്നുണ്ട്. അവിടെ അങ്ങനെയൊക്കെ എഴുതുന്ന സമയത്ത് ഓൾറെഡി നിങ്ങളുടെ സ്പെല്ലിംഗ് മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ട്രെയിനേഴ്സ് റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മറന്നു പോരുത്. ഓക്കെ, ടാസ്ക് 1 ആയാലും ടാസ്ക് 2 ആയാലും ഇനിയിപ്പോൾ ലിസണിങ്ങിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഇതിലുള്ള സ്പെല്ലിങ്സും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഒരു കണ്ണ് വേണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു സമയത്ത് ആ ഒരു സ്പെല്ലിങ് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാ ആൻസേഴ്സും എഴുതിയതിന് ശേഷം സ്പെല്ലിംഗ് എല്ലാം കറക്റ്റ് ആണോ, ഗ്രാമാറ്റിക്കലി അത് കറക്റ്റ് ആണോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യുക.